ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. 79ാമത് സ്വാതന്ത്ര്യദിനത്തെ ആഘോഷപൂർവ്വം വരവേൽക്കാനൊരുങ്ങി രാജ്യം. രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ വൈകിട്ട് 7 മണിക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ആകാശവാണിയുടെ ദേശീയ ശൃംഖലയിലൂടെ വൈകിട്ട് 7 മണി മുതൽ രാഷ്ട്രപതിയുടെ പ്രസംഗം പ്രക്ഷേപണം ചെയ്യും. ദൂരദർശനിലും പ്രസംഗം തത്സമയം സംപ്രേഷണം ചെയ്യും. അഭിസംബോധനയുടെ പ്രാദേശിക ഭാഷാ പതിപ്പുകൾ ആകാശവാണിയുടെ അതത് പ്രാദേശിക നിലയങ്ങളിലൂടെ രാത്രി 9:30 കേൾക്കാവുന്നതാണ്. ഓഗസ്റ്റ് 15 ന്യൂഡൽഹിയിലെ ചുവപ്പ് കോട്ടയിൽ രാവിലെ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ചുവപ്പ് കോട്ടയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്യും. സ്വാതന്ത്ര്യദിനത്തിൽ പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കാൻ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സുരക്ഷയ്ക്കും ക്രമസമാധാന പാലനത്തിനുമായി അർദ്ധസൈനിക വിഭാഗങ്ങളും കമാൻഡോകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഡൽഹിയിൽ വിന്യസിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മറ്റന്നാൾ രാവിലെ 9 മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തും. വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിക്കും. തുടർന്ന് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിക്കും. ജില്ലകളിൽ നടക്കുന്ന ആഘോഷ പരിപാടികളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തും. ഹർ ഘർ തിരങ്ക ക്യാമ്പയിന് രാജ്യത്ത് ആവേശകരമായ വരവേൽപ്പ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യൂഡൽഹിയിലെ തന്റെ വസതിയിൽ ഹർ ഘർ തിരങ്കയുടെ ഭാഗമായി ദേശീയ പതാക ഉയർത്തി. ആവേശത്തോടെ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഹർ ഘർ തിരങ്ക ക്യാമ്പയിന്റെ ഭാഗമായി ലഡാക്ക് തായ്ക്കൊണ്ടോ അസോസിയേഷൻ കാർഗിലിൽ ഇന്ന് തിരങ്ക റാലി സംഘടിപ്പിച്ചു. സുൽത്താൻ ചൂ സ്പോർട്സ് സ്റ്റേഡിയത്തിൽ നിന്ന് കാർഗിലിലെ ടൂറിസ്റ്റ് ഫെലിസിറ്റേഷൻ സെന്ററിലേക്കായിരുന്നു റാലി. ക്യാമ്പയിന്റെ ഭാഗമായി പോണ്ടിച്ചേരി സർവകലാശാല ക്യാമ്പസിൽ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സിംഗപ്പൂർ ഉപപ്രധാനമന്ത്രിയും വ്യാപാര വാണിജ്യ മന്ത്രിയുമായ ഗാൻ കിം യോങ്ങിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിതല പ്രതിനിധി സംഘം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചു. അനിശ്ചിതമായ ആഗോള അന്തരീക്ഷത്തിലും ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം അഭിവൃദ്ധി പ്രാപിക്കുന്നുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് തീവ്രവാദത്തിനെതിരായ സിംഗപ്പൂരിന്റെ ശക്തമായ നിലപാടിനെ ശ്രീമതി മുർമു അഭിനന്ദിച്ചു. കേരളത്തിലെ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലയിൽ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിന് സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി രൂപീകരിക്കും. കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ട 4 അംഗങ്ങളുടെ പേരുകൾ ഗവർണറും സർക്കാരും നൽകണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. UGC പ്രതിനിധിയും കമ്മിറ്റിയിലുണ്ടാകും. വിഷയം സുപ്രീം കോടതി നാളെ വീണ്ടും പരിഗണിക്കും. 14 ജില്ലാ പഞ്ചായത്തുകളിലെ വാർഡ് പുനർവിഭജനത്തിന്റെ അന്തിമ വിജ്ഞാപനം സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ അംഗീകരിച്ചു. ഇതോടെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർവിഭജന പ്രക്രിയ പൂർത്തിയായി. 3 ഘട്ടങ്ങളിലായാണ് വാർഡ് പുനർവിഭജന പ്രക്രിയ നടന്നത്. ഇതനുസരിച്ച് സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ ആകെ വാർഡുകളുടെ എണ്ണം 21,900 നിന്നും 23,612 ആയി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിൽ അടുത്ത 5 ദിവസം മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ ജില്ലയിൽ ഇന്നും, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നാളെയും മറ്റന്നാളും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഈ മാസം 15 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും നിർദ്ദേശമുണ്ട്. നിലമ്പൂർ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനുകളെ ബന്ധിപ്പിച്ച് മെമു സർവീസ് ഉടൻ ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ വഴി കൈക്കൊണ്ട തീരുമാനം കേന്ദ്രമന്ത്രി അദ്ദേഹത്തെ കത്തിലൂടെ അറിയിച്ചു. സർക്കാർ അഭിഭാഷകരുടെ വേതനം വർദ്ധിപ്പിക്കാൻ സംസ്ഥാന മന്ത്രിസഭാ തീരുമാനം. വേതന വർധനയ്ക്ക് 2022 ജനുവരി 1 മുതൽ പ്രാബല്യമുണ്ടാകും. നിപ ബാധയേറ്റ് 1.5 വർഷത്തോളമായി അബോധാവസ്ഥയിൽ കഴിയുന്ന ആരോഗ്യ പ്രവർത്തകൻ ടിറ്റോ തോമസിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 17 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭ തീരുമാനിച്ചു. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 31 ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും നരേന്ദ്രമോദി ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെയും ജനങ്ങൾക്ക് ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. കണ്ണൂർ ജില്ലയെ നാളെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കും. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രി MB രാജേഷ് പ്രഖ്യാപനം നടത്തും. സംസ്ഥാനത്ത് ആദ്യമായി അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച കുറ്റിയാട്ടൂർ ഗ്രാമപഞ്ചായത്ത്, എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത്, ധർമ്മടം നിയമസഭാ മണ്ഡലം എന്നിവ കണ്ണൂർ ജില്ലയിലാണ്.
സംസ്ഥാന കർഷക അവാർഡുകൾ കൃഷിമന്ത്രി പി പ്രസാദ് പ്രഖ്യാപിച്ചു. മീനങ്ങാടി ഗ്രാമപഞ്ചായത്തും താനാളൂർ കൃഷിഭവനും തുമ്പിടി കരിപ്പായി പാടശേഖര നെല്ലുൽപാദക സമിതിയും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരങ്ങൾ സ്വന്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.